ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ്. മിലൻ നാവിക അഭ്യാസത്തിൻ്റെ 12ാം എഡിഷൻ്റെ വേദി എവിടെയാണ്? വിശാഖപട്ടണം. മിലൻ നാവിക അഭ്യാസത്തിൻ്റെ 12ാം എഡിഷൻ്റെ വേദി വിശാഖപട്ടണമാണ്. 2024 ഇൻ്റർനെറ്റ് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഒരു മികച്ച ഇൻ്റർനെറ്റിനായി ഒരുമിച്ച്. 2024 ഇൻ്റർനെറ്റ് ദിനത്തിൻ്റെ പ്രമേയം ഒരു മികച്ച ഇൻ്റർനെറ്റിനായി ഒരുമിച്ച് എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഈ അടുത്ത കാലത്താണ് ഉദ്ഘാടനം ചെയ്തത്. അതേതാണ്? T50. ജമ്മു കാശ്മീരിൽ ആണ് T50 എന്ന തുരങ്ക റെയിൽപാത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഈ തുരങ്ക റെയിൽപാതയുടെ നീളം 12.77 കിലോമീറ്ററാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത T50 ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഗഗൻയാൻ ദൗത്യത്തിനായി തയ്യാറാക്കിയിട്ടുള്ള റോക്കറ്റ് ഏതാണ്? LVM-3. അപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിനായി തയ്യാറാക്കിയിട്ടുള്ള റോക്കറ്റിൻ്റെ പേര് LVM-3 എന്നാണ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നരിമാൻ. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അന്തരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന നിയമജ്ഞൻ കൂടിയായിരുന്നു ഫാലി എസ് നരിമാൻ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഇന്ത്യൻ വ്യോമസേന രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്താണ്? വായുശക്തി 2024. ഇന്ത്യൻ വ്യോമസേന രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടത്തിയ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2024. 2024 ജനുവരി 17 ഇന്ത്യ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ഇൻസാറ്റ് 3DS. 2024 ജനുവരി 17 ഇന്ത്യ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ഇൻസാറ്റ് 3DS. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികം പ്രമാണിച്ച് 2022 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പരിപാടിയുടെ ഭാഗമായിരുന്നു? ഹർ ഘർ തിരങ്ക. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികം പ്രമാണിച്ച് 2022 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പരിപാടിയുടെ ഭാഗമായിരുന്നു? ഹർ ഘർ തിരങ്ക. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബുള്ളിയൻ എക്സ്ചേഞ്ച് തുടങ്ങിയത് എവിടെയാണ്? ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബുള്ളിയൻ എക്സ്ചേഞ്ച് തുടങ്ങിയത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൺഹൈമറുടെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേര് എന്താണ്? ഓപ്പൺഹൈമർ. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൺഹൈമറുടെ ജീവിതകഥ പറയുന്ന സിനിമയായിരുന്നു ഓപ്പൺഹൈമർ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിരീക്ഷണ ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ അടവാക്കാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? വാഹൻ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിരീക്ഷണ ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ അടയ്ക്കാവുന്ന സോഫ്റ്റ്വെയറാണ് വാഹൻ. കേരളത്തിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയമിക്കപ്പെട്ട ഏകാംഗ കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. കേരളത്തിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം അംഗമായതിൻ്റെ റെക്കോർഡ് ആരുടെ പേരിലാണ്? ഉമ്മൻചാണ്ടിയുടെ. കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം അംഗമായതിൻ്റെ റെക്കോർഡ് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലിൻ്റെ പേര് വിക്രാന്ത് എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ്? വിക്രാന്ത്. മരം കൊണ്ട് നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ഈ ഉപഗ്രഹത്തിൻ്റെ പേര് ലിഗ്നോസാറ്റ് എന്നാണ്.
തടി ഉപയോഗിച്ചാണ് ഈ ലിഗ്നോസാറ്റ് എന്ന ഉപഗ്രഹം ജപ്പാൻ നിർമ്മിച്ചിട്ടുള്ളത്. നാസയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഉപഗ്രഹം മാർച്ച് മാസത്തിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. അപ്പം മരം കൊണ്ട് നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ജപ്പാനാണ്. 2024 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി റിയോ ഡി ജനീറോയാണ്, ബ്രസീലിൽ. 2023 18ാമത് G20 ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. 2023 G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ ന്യൂഡൽഹി, പ്രധാന വേദി ന്യൂഡൽഹിയായിരുന്നു. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഓപ്പൺഹൈമറാണ്. 7 പുരസ്കാരങ്ങളാണ്. ഏറ്റവും മികച്ച സിനിമയ്ക്ക് ഉൾപ്പെടെയുള്ള 7 പുരസ്കാരങ്ങളാണ് 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിന് ലഭിച്ചത്. ലോക സാമൂഹിക നീതി ദിനം എന്നാണ്? ഫെബ്രുവരി 20. ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20 ISRO, നാസ ഇവർ സംയുക്തമായി ഉള്ള ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമാണ് നിസാർ. ISROയുടെയും നാസയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമാണ് നിസാർ. ISRO, നാസ സംയുക്ത ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? നിസാർ. കേരളത്തിൽ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2022 ഒക്ടോബറിൽ. കേരളത്തിൽ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി ആരംഭിച്ചത് 2022 ഒക്ടോബറിലാണ്. കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? PA മുഹമ്മദ് റിയാസ്. കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. 2016 ജൂലൈയിൽ 29 സൈനികരുമായി കാണാതായ ഏത് വ്യോമസേനാ വിമാനത്തിൻ്റെ അവശിഷ്ടമാണ് അടുത്തിടെ കണ്ടെത്തിയത്? AAN 32. 2016 ജൂലൈയിൽ 29 സൈനികരുമായി കാണാതായ വ്യോമസേന വിമാനത്തിൻ്റെ അവശിഷ്ടമാണ് അടുത്തിടെ കണ്ടെത്തിയത്. AAN 32. ബിബർജോയി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബിബർജോയി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. 2023 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ്? മോക്ക. 2023 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് മോക്ക ചുഴലിക്കാറ്റാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം പാകിസ്ഥാനാണ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. 2022 കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം എത്രയാണ്? 3167. 2022 കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം 3167 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ നീൽ ദ്വീപിൻ്റെ പുതിയ പേരെന്താണ്? ഷഹീദ് ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ നീൽ ദ്വീപിൻ്റെ പുതിയ പേര് ഷഹീദ് ദ്വീപ് എന്നാണ്. കേരള സർക്കാർ നൽകുന്ന വനിതാരത്ന പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കൊക്കെയാണ്? KC ലേഖ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. 2023 കേരള സർക്കാർ നൽകുന്ന വനിതാരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? KC ലേഖ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരാണ്? AM ഗാൻവിൽക്കർ. ഇന്ത്യയുടെ പുതിയ ലോക്പാൽ AM ഗാൻവിൽക്കർ ആണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരനാരാണ്? അഭിലാഷ് ടോമി. മലയാളിയായ അഭിലാഷ് ടോമിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് ആണ്. സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം ഏതാണ്? വാട്ടർ ബെൽ. സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെൽ. കെ സ്മാർട്ടിന് തുടക്കം കുറിച്ച ദിവസം ഏതാണ്? 2024 ജനുവരി 1. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാവുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ് കെ സ്മാർട്ട്.
ഇതിന് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന കൃതിയുടെ രചയിതാവാരാണ്? MP രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ MP രാജേഷിൻ്റെ കൃതിയാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി. 2024 ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയാണ്? പാലക്കാട്. 2024 ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി പാലക്കാടാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.